നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗോൾഡ് ഷോട്ട് ബോൾ താരം മിയയ്ക്ക് ഊഷ്മളമായ യാത്രയയപ്പുമായി ചേർപ്പ് ലൂർദ് മാതാ സ്കൂൾ. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഗോൾഡ് ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ ടീം അംഗമാണ് മിയ. ഇരുപത്തിയാറാമത് ഓൾ ഇന്ത്യ പോലീസ് ഷൂട്ടിംഗ് മത്സരത്തിൽ തൃശൂർ സിറ്റി ആംഡ് ബറ്റാലിയനിലെ CPO NT ശരത്തിന് വെങ്കലം. പിസ്റ്റൾ റിവോൾവർ വിഭാഗത്തിൽ ചേർപ്പ് ഹെർബർട്ട് കനാൽ സ്വദേശിയായ ശരത്ത് വെങ്കലം നേടിയത്. പള്ളിപ്പുറം പയങ്കൽ ഭരണിയോടനുബന്ധിച്ച് ഭദ്രദീപം തെളിയിക്കൽ നടത്തി. പയങ്കലമ്മ നാമജപ ഗ്രൂപ്പിന്റെ ഭദ്രദീപം തെളിയിക്കലാണ് നടന്നത്. വാർത്തകൾ വിശദമായി. ഗോൾഡ് ഷോട്ട് ബോൾ താരം മിയയ്ക്ക് ഊഷ്മളമായ യാത്രയയപ്പുമായി ചേർപ്പ് ലൂർദ് മാതാ സ്കൂൾ. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഗോൾഡ് ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ ടീം അംഗമാണ് മിയ. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഗോൾഡ് ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന മിയയ്ക്ക് ഊഷ്മളമായ യാത്രയയപ്പാണ് ചേർപ്പ് ലൂർദ് മാതാ സ്കൂൾ നൽകിയത്. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഈ മാസം 24 മുതൽ 28 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 15 അംഗ ഇന്ത്യൻ ടീമിലെ 3 മലയാളി താരങ്ങളിൽ ഒരാളാണ് PM മിയ. ലൂർദ് മാതാ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ് മിയ. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ, PTA പ്രസിഡന്റ് ജോജോ ഇഞ്ചോടിക്കാരൻ, വൈസ് പ്രസിഡന്റ് KL ആന്റണി, കായിക അധ്യാപകൻ PP ജോബി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഫിൻസ ജോസഫ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ മിയയ്ക്ക് വിജയാശംസ നേർന്നു. 26ാമത് ഓൾ ഇന്ത്യ പോലീസ് ഷൂട്ടിംഗ് മത്സരത്തിൽ തൃശൂർ സിറ്റി ആംഡ് ബറ്റാലിയനിലെ CPO NT ശരത്തിന് വെങ്കലം. പിസ്റ്റൾ റിവോൾവർ വിഭാഗത്തിൽ ചേർപ്പ് ഹെർബർട്ട് കനാൽ സ്വദേശിയായ ശരത്ത് വെങ്കലം നേടിയത്. ഹരിയാനയിലെ ഗുർഗ്രാമിൽ CRPF ഗ്രൂപ്പ് സെന്ററിൽ ഇക്കഴിഞ്ഞ മാർച്ച് 22 മുതൽ 30 വരെയാണ് ഓൾ ഇന്ത്യ പോലീസ് ഷൂട്ടിംഗ് മത്സരം നടന്നത്. 10 വർഷത്തിനു ശേഷം പിസ്റ്റൾ റിവോൾവർ വിഭാഗത്തിൽ ആദ്യമായാണ് കേരള പോലീസിന് ഒരു മെഡൽ നേട്ടമുണ്ടാകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര പോലീസ് സേനയിൽ നിന്നുമായി 103 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇതിൽ 21 പേരാണ് കേരള പോലീസിനായി മത്സരിച്ചത്. വെങ്കല മെഡൽ നേടിയ CPO ശരത്തിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അഭിനന്ദിച്ചു. ചേർപ്പ് കനാൽ സ്വദേശിയാണ് സിവിൽ പോലീസ് ഓഫീസറായ ശരത്. പള്ളിപ്പുറം പയങ്കൽ ഭരണിയോടനുബന്ധിച്ച് ഭദ്രദീപം തെളിയിക്കൽ നടത്തി. പയങ്കലമ്മ നാമജപ ഗ്രൂപ്പിന്റെ ഭദ്രദീപം തെളിയിക്കലാണ് നടന്നത്. ക്ഷേത്ര മേൽശാന്തി ഹരീഷ് ആനാംപറമ്പ് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജഗദംബേ ജയ ജയ ദേവി ജഗദംബേ ജയ ജയ ഗൗരി ജഗദംബേ ജയ ജയ ദേവി ജയ ജയ ഗൗരി ജയ ജയ കാളി ജഗദംബേ. വാടാനപ്പള്ളിയിൽ ബൈക്കും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. എളവള്ളി സ്വദേശിയായ മുസ്ലിം വീട്ടിൽ MM അബൂബക്കറിന്റെ മകൻ 29 വയസ്സുള്ള മൊയ്നുദ്ദീൻ ജീസ്തി ആണ് മരിച്ചത്. വാടാനപ്പള്ളി KTI പ്ലാന്റിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെ 3:30 അപകടം. വാടാനപ്പള്ളിയിൽ നിന്ന് ചാവക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എളവള്ളിയിൽ നിന്ന് അഞ്ചാംകല്ല് വഴി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന യുവാവ് സഞ്ചരിച്ച ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ ടോറസ് ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. യുവാവിനെ ഉടൻ തന്നെ നാട്ടുകാരും കണ്ടശാം കടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൊയ്നുദ്ദീൻ ജീസ്തിയുടെ മൃതദേഹം ഏങ്ങണ്ടിയൂരിലെ MI മിഷൻ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെങ്ങണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവീക്ഷേത്രത്തിൽ ദ്രൗപദി ദിനം ഞായറാഴ്ച ആഘോഷിക്കും. ദ്രൗപദി ദിന രഥഘോഷയാത്രയും സമർപ്പണ ചടങ്ങുകളും ആഘോഷത്തിന്റെ ഭാഗമാകും. ദ്വാപരയുഗത്തിൽ ദ്രൗപദിക്ക് നെടുമംഗല്യത്തിനും ഭദ്രവിജയത്തിനും പാണ്ഡവഗിരി ദേവി വരം നൽകിയ ദിനമാണ് വൈശാഖ മാസത്തിലെ കാർത്തിക.
അന്ന് ദേവിക്ക് പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും അഷ്ടലക്ഷ്മി താമ്പൂലവും സമർപ്പിച്ച് അനുഗ്രഹം നേടാവുന്നതാണ്. സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് അനുഗ്രഹിക്കുന്നതോടെ പട്ടും താലിയും പുടവയും വാൽക്കണ്ണാടിയും എഴുന്നള്ളിച്ചുള്ള ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമായി പാണ്ഡവഗിരി രഥഘോഷയാത്ര നടക്കും. ഭക്തസ്ത്രീകൾ വലിക്കുന്ന പാണ്ഡവഗിരി രഥഘോഷയാത്ര രാവിലെ 8-ന് ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് ആരംഭിക്കും. നാമസങ്കീർത്തനവും നാഗസ്വരവും പാണ്ഡവഗിരി രഥഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. പാണ്ഡവഗിരി പ്രദക്ഷിണത്തിന് ശേഷം രഥഘോഷയാത്ര 10 മണിക്ക് ക്ഷേത്രത്തിൽ സമാപിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള വാർഷിക സമൂഹ ഉദയാസ്തമന പൂജ രാവിലെ 6-ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അമൃതഭോജനം വിതരണം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് തിരുവാതിരക്കളി, കുട്ടികളുടെ നൃത്തങ്ങൾ എന്നിവ അരങ്ങേറും. സുമംഗലികൾ, കന്യകമാർ എന്നിവർ ദ്രൗപദി ദിന രഥഘോഷയാത്രയിലും സമർപ്പണ ചടങ്ങുകളിലും പങ്കെടുത്ത് ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ അനുഗ്രഹം തേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 047722777702 അല്ലെങ്കിൽ 9746277702 9961790410. തൃശൂർ കുതിരാനിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൃഷ്ണനാട്ടം കലാകാരൻ മരിച്ചു. ഗുരുവായൂർ പുത്തമ്പള്ളി വിഷാരത്ത് വീട്ടിൽ 21 വയസ്സുള്ള ആദർശാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 14-ന് ചൊവ്വാഴ്ച കുതിരാനിലായിരുന്നു ആദർശ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം കലാകാരനായിരുന്നു ആദർശ്. കുതിരാനിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചായിരുന്നു അപകടം. സുഹൃത്തിനൊപ്പം നെല്ലിയാമ്പതിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെയാണ് ഇവർ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആദർശിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. തുടർന്ന് അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു മരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. VR വിജേഷ് അച്ഛനും PS ജിഷ അമ്മയുമാണ്. ബ്രഹ്മകുളം സെന്റ് തെരേസ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അമൃത സഹോദരിയാണ്. പ്രസിദ്ധമായ ചേറ്റുവ ചന്ദനക്കുടം നേർച്ച ഞായറാഴ്ച ആഘോഷിക്കും. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നാട്ടുകാഴ്ചകൾ നേർച്ച ആഘോഷത്തിലുണ്ടാകും. ചേറ്റുവ ഫക്കീർ സാഹിബ് തങ്ങളുടെ ജാറത്തിൽ വർഷം തോറും നടത്തുന്നതാണ് ചേറ്റുവ ചന്ദനക്കുടം നേർച്ച. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് മൗലീദ് പാരായണവും തുടർന്ന് 7 മണിക്ക് ചന്ദനക്കുടം നേർച്ച ആഘോഷ വിളംബരവും നടന്നു. ശനിയാഴ്ച വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ ജാറത്തിനരികിൽ സമാപിക്കും. വൈകിട്ട് 7-ന് കാസിസ് ഫെസ്റ്റ്, സിറോക്സ് നൈറ്റ് ഫെസ്റ്റ്, സാക്മാൻ ഫെസ്റ്റ്, ഹസിയോക്സ് നൈറ്റ് എന്നീ ക്ലബ്ബുകളുടെ നാട്ടുകാഴ്ച വരവ് നടക്കും. നാട്ടുകാഴ്ചകൾ പിന്നീട് രാത്രി 12 മണിയോടെ ജാറത്തിൽ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 8:30 കൊടിയേറ്റ കാഴ്ചയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 12:30 കൊടിയേറ്റ കാഴ്ച ജാറത്തിൽ എത്തിയതിനു ശേഷം കൊടിക്കയറ്റം നടത്തും. തുടർന്ന് സൗജന്യ ചക്കരക്കഞ്ഞി വിതരണം ചെയ്യും. വൈകിട്ട് 4-ന് വിവിധ ക്ലബ്ബുകളുടെ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. 5 മണിക്ക് ചേറ്റുവ GM UP സ്കൂൾ ഗ്രൗണ്ടിൽ ചന്ദനക്കുടം ആഘോഷത്തിൽ പങ്കെടുത്ത ഗജവീരന്മാരും വാദ്യമേളങ്ങളും അണിനിരക്കും. വൈകിട്ട് 7-ന് മഹാത്മാ ബ്രദേഴ്സിന്റെ സ്നേഹവിരുന്ന് നടക്കും. FACയുടെ ചെത്ത് കാഴ്ച, യുണൈറ്റഡ് ഫെസ്റ്റ്, ചലഞ്ചേഴ്സ് ഫെസ്റ്റ് എന്നീ ക്ലബ്ബുകളുടെ നാട്ടുകാഴ്ചകൾ തിങ്കളാഴ്ച പുലർച്ചെ 3 മണിക്ക് ജാറത്തിൽ സമാപിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ AA ഷഫീർ, KM ആഷിഫ്, VM അബ്ദുൽ സലാം എന്നിവർ അറിയിച്ചു. ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിശേഷാൽ എണ്ണ അഭിഷേകം ശനിയാഴ്ച നടക്കും. രാവിലെ നിർമ്മാല്യത്തിന് ശേഷമാണ് ചടങ്ങ് നടക്കുക. വാതരോഗ നിവാരണ മൂർത്തിയായ ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്താവിന് എല്ലാ മലയാള മാസവും 38 ശനിയാഴ്ചകളിൽ സമർപ്പിക്കുന്നതാണ് വിശേഷാൽ എണ്ണ അഭിഷേകം. മീനമാസത്തിലെ എണ്ണ അഭിഷേകമാണ് ശനിയാഴ്ച നടക്കുക. രാവിലെ 5:30 നിർമ്മാല്യത്തിന് ശേഷം വിശേഷാൽ എണ്ണ അഭിഷേകം സമർപ്പിക്കും. തുടർന്ന് അഭിഷേകം ചെയ്ത എണ്ണ ഭക്തർക്ക് വിതരണം ചെയ്യും. എണ്ണ അഭിഷേക സമയത്ത് ഭക്തർ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. വാതരോഗ നിവാരണത്തിന് എണ്ണ അഭിഷേക ചടങ്ങിന് പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചാത്തക്കുടം ക്ഷേത്രം. എണ്ണ അഭിഷേകം ഉൾപ്പെടെ മറ്റ് വഴിപാടുകൾക്ക് മുൻകൂട്ടി ദേവസ്വം കൗണ്ടറുമായി 7510335302 അല്ലെങ്കിൽ 9495
005302 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,135 രൂപ, പവന് 1,13,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗോൾഡ് ഷോട്ട് ബോൾ താരം മിയയ്ക്ക് ഊഷ്മളമായ യാത്രയയപ്പുമായി ചേർപ്പ് ലൂർദ് മാതാ സ്കൂൾ. ഫസ്റ്റ് സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഗോൾഡ് ഷോട്ട് ബോൾ ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യൻ ടീം അംഗമാണ് മിയ. ഇരുപത്തിയാറാമത് ഓൾ ഇന്ത്യ പോലീസ് ഷൂട്ടിംഗ് മത്സരത്തിൽ തൃശൂർ സിറ്റി ആംഡ് ബറ്റാലിയനിലെ CPO NT ശരത്തിന് വെങ്കലം. പിസ്റ്റൾ റിവോൾവർ വിഭാഗത്തിൽ ചേർപ്പ് ഹെർബർട്ട് കനാൽ സ്വദേശിയായ ശരത്ത് വെങ്കലം നേടിയത്. പള്ളിപ്പുറം പയങ്കൽ ഭരണിയോടനുബന്ധിച്ച് ഭദ്രദീപം തെളിയിക്കൽ നടത്തി. പയങ്കലമ്മ നാമജപ ഗ്രൂപ്പിന്റെ ഭദ്രദീപം തെളിയിക്കലാണ് നടന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.